ഇതിൻ്റെ കാരണങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് പറയുന്നത്? സോ ഇതിൻ്റെ ഈ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചില്ല എങ്കിൽ ഇത്തരത്തിലെ അക്രമങ്ങൾ കേരളത്തിൽ വീണ്ടും വർദ്ധിക്കും. എൻ്റെ പ്രതിയെ രക്ഷിക്കുക ഒരിക്കലും എൻ്റെ ചുമതലയല്ല, മറിച്ച് സത്യം കണ്ടെത്താൻ കോടതിയെ സഹായിക്കുക, അത് മാത്രമേ എൻ്റെ തൊഴിലായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ. നമ്മുടെ പോലീസ് കുറച്ചുകൂടെ സാങ്കേതിക മികവും കുറച്ചുകൂടെ ഒരു അന്വേഷണ ത്വരതയൊക്കെ ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചു. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കൊലപ്പെടുകയും ചെയ്യും. അത് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയാതെ വരിക, കിട്ടുന്ന പ്രതികളൊക്കെ വെറുതെ പോവുക. നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് ആണ്. 2015 പാലോട് നടന്ന മോഹനൻ നായർ വധക്കേസിലെ പ്രതികളെ കുറിച്ച് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. സാർ, ഒരുപാട് മാപ്പുസാക്ഷികൾ ഉണ്ടായിട്ടും പ്രതികളെ വെറുതെ വിട്ട ഒരു പ്രത്യേക സംഭവം കൂടിയാണ് ഈ ഒരു കൊലക്കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള നാൾ വഴികൾ എന്താണ്? ആ ഒരു സാഹചര്യം ഈ കേസിൽ ഒരു മാപ്പുസാക്ഷിയായിരുന്നു. അതായത് കൂട്ടത്തിൽ എല്ലാം അറിയാവുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് അവകാശപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം 4ാം പ്രതിയായിരുന്നു ഈ കേസിൽ. ആ 4ാം പ്രതിയെയാണ് ആദ്യമായി ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സംഭവം നടന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ 4ാം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിലൂടെയാണ് പോലീസിന് എല്ലാ വിവരങ്ങളും ലഭിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ വാദം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1 മുതൽ 3 വരെ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പിന്നെ തുടർന്ന് ഈ 4ാം പ്രതിയെ മാപ്പുസാക്ഷി ആക്കേണ്ട സിറ്റുവേഷനായി. അപ്പോൾ പ്രധാനമായി ഇവിടെ വന്നൊരു സംഭവം, മിസ്റ്റർ മോഹനൻ നായൻ വളരെ ചെറുപ്പക്കാരനായിരുന്നു, 47 വയസ്സേ ഉള്ളൂ. അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അത് അന്ന് ഉണ്ടായ ഒരു പോലീസിൻ്റെ പ്രോസിക്യൂഷൻ കേസ് അനുസരിച്ച് ഒരു പെൺകുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വേണ്ടി സ്ത്രീയുമായി ബന്ധമുള്ള ഒരു വ്യക്തി, 1ാം പ്രതി, സ്ത്രീയുമായി മുമ്പ് ബന്ധമുണ്ടായിരുന്ന ഒരു കേസ് തന്നെ പറയുമ്പോഴത്തേക്കും 3 മതം നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ 3 മതത്തിലുള്ള ആൾക്കാരും ഈ ഒരു കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളത്, ഒരു സ്ത്രീക്ക് വേണ്ടി അങ്ങനെ ഒരു സാഹചര്യം അന്നത്തെ ആ ഒരു സമയത്ത് അത്രയധികം കത്തി പടർന്ന ഒരു വിഷയം കൂടിയാണ് ഈ ഒരു വധക്കേസ്. അതെ, ഇതിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട 3 മതങ്ങളിലെ ഒരു മതത്തിലുള്ള സ്ത്രീക്ക് വേണ്ടി മറ്റൊരു മതത്തിലെ പുരുഷൻ 3ാമതൊരു മതത്തിലെ യുവാവിനെ കൊന്നു എന്നതാണ് പ്രോസിക്യൂഷൻ അലീജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ക്ലൈം. അതാണ് ഈ കേസിൻ്റെ ശരിക്കുള്ളൊരു പ്രത്യേകത. എന്തായാലും എന്താണ് സത്യം എന്നുള്ളത് ഏതായാലും കോടതി വിധിയിലൂടെ വ്യക്തമായിട്ടുണ്ട്. കോടതി വളരെ മനോഹരമായ ഒരു 30 പേജോളം വരുന്നു, 29 പേജുണ്ട്. 29 പേജുള്ള വിധിയിലൂടെ ഇന്നാണ് വിധി പുറത്തു വന്നത്. അല്ല, അപ്പോൾ സാധാരണ ഈ മാപ്പുസാക്ഷികളുള്ള കേസുകളിൽ ഇത്തരത്തിൽ പ്രതികളെ വെറുതെ വിടാറുണ്ടോ? സാധാരണ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട, മാപ്പുസാക്ഷി എന്ന് പറയുമ്പോൾ അദ്ദേഹം കുറ്റകൃത്യത്തിലുടനീളം എല്ലാ പ്രതികളോടും യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ മാപ്പുസാക്ഷിയുള്ള കേസുകളിൽ പ്രത്യേകിച്ച് ഇത്രയും ഹീനമായ അല്ലെങ്കിൽ ഇത്രയും മാരകമായ ഒരു ഒഫൻസൊക്കെ ഒരു 302 പോലുള്ള ഒരു മർഡർ കേസിലൊക്കെ മാപ്പുസാക്ഷികളുള്ള കേസ് വെറുതെ വിട്ട ചരിത്രം വളരെ കുറവാണ്. കേരളത്തിൽ അറിയില്ല, ഉണ്ടാകാം. അത് വെച്ച് നോക്കുമ്പോൾ ഈ കേസ് ഒരു മഹത്തായ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല സാർ, ഇടയ്ക്ക് ഇത് ഹൈക്കോടതി, സാധാരണ നമ്മൾ കീഴ്ക്കോടതിയിൽ പോയിട്ട് കേസ് പിന്നീടാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യമാണെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും കീഴ്ക്കോടതിയിലേക്ക് വന്ന ഒരു കേസ് കൂടിയാണ്. അതെ, ഈ കേസ് വളരെയധികം നാടകീയമെന്ന് പറയാൻ പറ്റില്ല, അസാധാരണമായ ചില സംഭവങ്ങളോടുകൂടി നടന്നൊരു വിചാരണയാണ് ഈ കേസിൽ ആദ്യത്തെ തുടക്കം മുതൽ 2017 തന്നെ ഇത് സെഷൻസ് കേസായി വന്നപ്പോഴും ഈ കേസ് മറ്റൊരു അഭിഭാഷകനായിരുന്നു അതിൻ്റെ തുടക്കം വഹിച്ചത്. ഡോക്യുമെൻറ്റേഷൻ കൊടുക്കലും എടുക്കലും വാങ്ങലും ഒക്കെ. ഈ കേസ് എൻ്റെ പക്കലേക്ക് എത്തുന്നത് വിചാരണയ്ക്ക് കൃത്യമായും 10 ദിവസം ബാക്കിയുള്ളപ്പോഴാണ്. അതായത് കേസിൻ്റെ യഥാർത്ഥ വിചാരണ തുടങ്ങുന്നതിന് മുമ്പേ ഡോക്യുമെൻറ്റേഷനാണ് കഴിഞ്ഞത്. അപ്പോൾ വിചാരണ തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പാണ് പഴയ അഭിഭാഷകൻ, ഒരു സീനിയർ അഭിഭാഷകനാണ്, അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടായിരിക്കാം പ്രതികൾ കേസ് വക്കാലത്ത് മാറ്റി എനിക്ക് കൊണ്ടു തന്നത്.
ശാസ്തമംഗലം അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്താണ്. അതെന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എന്തായാലും വക്കാലത്ത് മാറി വന്നതിന് ശേഷം ഈ കേസിലെ നാൾവഴികൾ വളരെയധികം സങ്കീർണജനകമായിരുന്നു. കാരണം ഈ കേസ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ പ്രതിഭാഗത്തിന് വേണ്ടിയിരുന്ന പല ഡോക്യുമെൻറ്റ്സും അവൈലബിൾ അല്ലായിരുന്നു ഈ കേസിൽ. അത് കോടതിയിൽ പോലും വിചാരണ കോടതിയിൽ പോലും അവൈലബിൾ അല്ലായിരുന്നു. എന്നാലും കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസിൻ്റെ വിചാരണ ആരംഭിച്ചു. 6 പേരെ വിസ്തരിച്ചു. പക്ഷേ വീണ്ടും എനിക്ക് പെറ്റീഷൻസ് ഇടേണ്ടി വന്നു. കാരണം എനിക്ക് ആ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോഴാണ് ഈ കേസിൻ്റെ യഥാർത്ഥ സത്യം, എവിടെയോ മൂടിക്കിടന്ന സത്യം ഞാനും കോടതിയും മനസ്സിലാക്കിയത്. ഈ കേസിൽ സാധാരണ നടക്കേണ്ടിയിരുന്ന കമ്മിറ്റൽ പ്രൊസീഡിങ്സ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. കീഴ്ക്കോടതിയിൽ നിന്നും കമ്മിറ്റ് ചെയ്താലേ വിചാരണ കോടതിക്ക് വിചാരണ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ കമ്മിറ്റൽ പ്രൊസീഡിങ്സിനുള്ളിൽ തന്നെ ഒരുപാട് നിയമത്തിൻ്റെ ഒരുപാട് മിസ്യൂട്ടിലൈസേഷൻ, അല്ലെങ്കിൽ ഒരു നിയമ രീതിയിലല്ല, ന്യായമായ രീതിയിലല്ല കമ്മിറ്റൽ പ്രൊസീഡിങ്സ് നടന്നത്. മാപ്പ് സാക്ഷിയാക്കിയത്. അതിനെതിരെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ അപേക്ഷകൾ സമർപ്പിച്ചു. അത് അംഗീകരിക്കപ്പെട്ടു. തുടർന്ന് ഈ കേസ് ഹൈക്കോടതിയിൽ എടുക്കപ്പെട്ടു. ഹൈക്കോടതിയും അത് അംഗീകരിച്ചു. ഹൈക്കോടതി പറഞ്ഞു വിചാരണ നിർത്തിവെക്കണം, വിചാരണ വീണ്ടും തുടരണം. അങ്ങനെ ഇത് വീണ്ടും കീഴ്ക്കോടതിയിലേക്ക് അയച്ചു. 2017 അതേ പൊസിഷനിലേക്ക് കീഴ്ക്കോടതിയിലേക്ക് അയച്ചാണ് വീണ്ടും മാപ്പ് സാക്ഷിയുടെ മൊഴിയെടുത്ത് കമ്മിറ്റൽ ചെയ്ത് വിചാരണ കോടതിയിലേക്ക് വന്ന് സെക്കൻഡ് ടൈമാണ് വീണ്ടും വിചാരണ ഈ കോടതിയിൽ നടക്കുന്നത്. അതെ. അങ്ങനെ വളരെ നാടകീയമായ പല വിഷയങ്ങളും ഈ കേസിലുണ്ടായിട്ടുണ്ട്. ഇതില് 40ഓളം സാക്ഷികളെ, 58 പേരായിരുന്നു. അതിൽ 40 പേരെ പ്രോസിക്യൂഷൻ സഫീഷ്യന്റ് ഇനഫ് എന്ന് ഡിക്ലെയർ ചെയ്തു. ഇത്ര പേര് മതി, അവരെ കൊണ്ട് തന്നെ കേസ് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലായിരുന്നു പ്രോസിക്യൂട്ടേഴ്സ്. അപ്പോൾ അവർ 40 പേര് നന്നായി തന്നെ കോടതിയിൽ അവർ നല്ല രീതിയിൽ തന്നെ മൊഴി കൊടുത്തു. എന്തായാലും നമ്മുടെ ക്രോസ് എക്സാമിനേഷനിലൂടെ ബഹുമാനപ്പെട്ട ജഡ്ജ്, സെഷൻസ് ജഡ്ജ്മെൻറ്റിൽ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ക്രോസ് എക്സാമിനേഷനിലൂടെ പ്രോസിക്യൂഷൻ എവിഡൻസ് പലപ്പോഴും എല്ലാം പൊളിയുകയായിരുന്നു. കള്ളസാക്ഷ്യം ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ, അത് പൊളിക്കുക എന്നുള്ളതാണ് ഒരു ക്രോസ് എക്സാമിൻ നടത്തുന്ന ഒരു ഡിഫൻസ് കൗൺസിലിൻ്റെ ചുമതല. അത് മനോഹരമായി ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ശരിക്കും ഇതൊരു നാടകീയമായിട്ടുള്ള രംഗങ്ങളാണല്ലോ തുടക്കം മുതൽ ഈ ഒരു ജഡ്ജ്മെന്റ് വരുന്നത് വരെ. അതെ, തീർച്ചയായും. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് സാറ് പറഞ്ഞതുപോലെ തന്നെ ഉന്നയിക്കാവുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഇവരെ പ്രതികളെ വെറുതെ വിട്ട സാഹചര്യത്തിൽ ആരാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളതൊരു ചോദ്യമല്ലേ? തീർച്ചയായും. ആ ചോദ്യം ആസ് എ ഡിഫൻസ് കൗൺസിൽ ജനറലി ഞാൻ സാധാരണ ഒരു ഡിഫൻസ് കൗൺസിൽ ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ എന്നാലും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്കും ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക്, ഒരു മലയാളി എന്ന നിലയ്ക്ക് ഈ ചോദ്യം ഞാൻ ആവർത്തിച്ച് വീണ്ടും ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് കൊന്നത്? സോ ഇതിൻ്റെ ഈ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചില്ല എങ്കിൽ ഇത്തരത്തിലെ അക്രമങ്ങൾ കേരളത്തിൽ വീണ്ടും വർദ്ധിക്കില്ല. അതെ, കഴിഞ്ഞ 2 ദിവസം മുൻപാണെന്ന് തോന്നുന്നു തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ തന്നെ 1-2 ഭീമാപ്പള്ളിയിലും അതിനു മുമ്പേ ഒരു ജോയി അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു കേസുകൾ വർദ്ധിച്ചു വരും. കാരണം നമ്മൾ 2015 ഇത്രയും പേരെ പ്രതിയാണെന്ന് ജനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അവർ പ്രതിയല്ല എന്ന് പറയുമ്പോഴും അപ്പോൾ ഇങ്ങനെയുള്ള കൊലകൾ കൂടി വരികയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു നീതി വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെയല്ലേ അവിടെ ഹനിക്കപ്പെടുന്നത്? തീർച്ചയായും. ആക്ച്വലി ഇതിൻ്റെ കാരണങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസിൽ തന്നെ പ്രോസിക്യൂഷൻ കേസ് അനുസരിച്ച് രാത്രി 9:50 പ്രതികൾ, ഞാനും 1-3 പ്രതികളുടെ അഭിഭാഷകനാണ്, അവരാണ് കൃത്യം ചെയ്തതെന്ന് പറയുന്നത്. 2ാം പ്രതി ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ആവശ്യപ്രകാരം സ്ത്രീക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ സ്റ്റോറി. അപ്പോൾ ഈ 1-3 പ്രതികൾ, എൻ്റെ പ്രതികൾ 9:50 ഫോൺ ചെയ്ത് അവരുടെ വീട്ടിൽ ചെന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് വീടിൻ്റെ മുറ്റത്ത് നിർത്തി, മകനും അമ്മയും കാണുക, വിളിച്ചിറക്കി കൊണ്ടുവന്ന് വീടിൻ്റെ മുറ്റത്ത് നിർത്തി ഓട്ടോറിക്ഷയിൽ കയറ്റി 150 മീറ്റർ ദൂരത്തിൽ കൊലപ്പെടുത്തിയ ശേഷം അവിടെ റോഡിൽ ശരീരമിട്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് കേസ്. അപ്പോൾ ഇത്രയും പൂർണ്ണമായ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സത്യം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിഷയം അവിടെ നടന്നിട്ടും ഇത്രയും അടുത്ത സമയത്ത് കൂടി ഇൻഫർമേഷൻ കിട്ടിയിട്ടും പാലോട് പോലീസിന് അത്
തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത് പോലീസിൻ്റെ ഒരു എന്താ പറയുക വീഴ്ച തന്നെയാണ് ഡെഫിനറ്റ്ലി. ഇതിൽ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പോലീസ് കുറച്ചുകൂടെ സാങ്കേതിക മികവും കുറച്ചുകൂടെ എന്താ പറയുക ഒരു അന്വേഷണ ത്വരതയൊക്കെ ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കൊലപ്പെടുകയും ചെയ്യും. അത് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയാതെ വരിക, കിട്ടുന്ന പ്രതികളൊക്കെ വെറുതെ പോവുക. അതുകൊണ്ട് നമ്മുടെ പോലീസ് സിസ്റ്റം കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ പിടിച്ചു നിർത്തേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ്. അപ്പം കുറച്ചുകൂടി കൃത്യമായിട്ട് അവരുടെ ഇടപെടലുകൾ നടത്തണമെന്നാണ് സാറിൻ്റെ ഭാഗത്ത് നിന്നും സാറിന് പറയാനുള്ളത്. അപ്പം ഞാൻ പേഴ്സണലി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ ഒരു തെളിവുകളില്ലാതെ ഒരു കേസിൽ ഒരു പ്രതികളെ വെറുതെ വിടുന്നു, സാർ വാദിക്കുന്ന ഒരു കേസിൽ വെറുതെ വിടുന്നു. പേഴ്സണലി സാറിന് എന്താണ് ആ ഒരു മനസ്സിൽ തോന്നുന്നത്? പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും തെളിവുകളില്ലാതെ അവരെ വാദിച്ച് സാറിന്റെ ഭാഗം വിജയിച്ച് മുന്നോട്ട് പോകുന്നു. അല്ല, പ്രതിയാണെന്ന് അറിഞ്ഞിട്ടു അല്ല, തെളിവുകളില്ലാതെ ചില കേസുകളിൽ നമ്മൾ ഇപ്പം തന്നെ സാറ് പറഞ്ഞ കേസിൽ നമ്മളെല്ലാരും വിശ്വസിച്ചിരിക്കുന്നത് അവർ തന്നെയാണ് പ്രതി. തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് അവരെ വെറുതെ വിട്ടു എന്നുള്ളത് നമുക്ക് അങ്ങനെ പുറമേ നിന്ന് കാണുന്നവരങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സാറിന്റെ മനസ്സിൽ എന്താണ് ഒരു ആസ് പെർ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം, until unless the guilt is proved, every man is innocent. അതായത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റ് അല്ലെങ്കിൽ നമ്മുടെ കുറ്റം അത് എന്താ പറയട്ടെ സ്ഥാപിക്കപ്പെടാത്തിടത്തോളം കാലം, തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം നമ്മളെല്ലാവരും ഇന്നസെൻ്റാണ്, നമ്മളാരും കുറ്റക്കാരല്ല. അപ്പോൾ യഥാർത്ഥ സത്യം കണ്ടുപിടിച്ച് അത് പുറത്തു കൊണ്ടുവന്നത് പുറം ലോകത്തിന് കാണിക്കുക എന്നൊരു ചുമതലയാണ് കോടതിക്കുള്ളത്. അപ്പോൾ കോടതിയുടെ ആ ഒരു ജോലിയിൽ, കോടതിയുടെ ആ ഒരു ദൗത്യത്തിൽ കോടതിയെ സഹായിക്കുക എന്നത് മാത്രമാണ് എൻ്റെ തൊഴിൽ. അല്ലാതെ ഞാൻ എൻ്റെ പ്രതിയെ രക്ഷിക്കുക ഒരിക്കലും എൻ്റെ ചുമതലയല്ല. മറിച്ച് സത്യം കണ്ടെത്താൻ കോടതിയെ സഹായിക്കുക, അത് മാത്രമേ എൻ്റെ തൊഴിലായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ. പിന്നെ പലപ്പോഴും ഒരു വ്യക്തി ഒരു കൊലപാതകം ചെയ്തു, അല്ലെങ്കിൽ ഒരു പോക്സോ കേസിൽ പ്രതിയായി, അല്ലെങ്കിൽ നാർക്കോട്ടിക് മയക്കുമരുന്ന് കച്ചവടം നടത്തി എന്നൊക്കെ പറയുമ്പോൾ അത് സത്യമല്ല ആക്ച്വലി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കേൾക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കേൾക്കണ എപ്പോഴും അതിൻ്റെ ഒരു പ്രതിധ്വനി, അത് മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ജനങ്ങൾ കേട്ടറിഞ്ഞതിലൂടെ കണ്ടറിഞ്ഞതിലൂടെയോ അവിടെ സത്യം ആണ് എന്ന് നിർബന്ധമില്ല. സത്യം തെളിയിക്കപ്പെടുന്ന അല്ലെങ്കിൽ സത്യം സ്ഥിരീകരിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട ജഡ്ജ് എല്ലാ തെളിവുകളും കണ്ട ശേഷം, വാദി പ്രതിഭാഗങ്ങളെ കേട്ട ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സത്യം തെളിയിക്കപ്പെടുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ കേസ് എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായി സത്യം തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റാണ് ഈ ജഡ്ജ്മെന്റ്. കാരണം കേസിൽ ഒരു സാക്ഷിക്ക് പോലും അവരുടെ പൊസിഷൻ കൃത്യമായി പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിൽ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവർക്ക് സത്യത്തിലേക്ക് അടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ കേസിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതൊരു സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ നമ്മൾ പരമപ്രധാനമായി അതിനെ കാണുന്നത്, അതിലെ പ്രതിക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ആ ചൂണ്ടുവിരൽ പ്രതിക്കെതിരെ മാത്രമേ ആകാൻ പാടുള്ളൂ. ഞാനതൊരു സിംബോളിക് വേയിൽ പറഞ്ഞതാണ്. അതായത് ഒരു അലിഗേഷൻ പ്രതിക്കെതിരെ പറയുമ്പോൾ ആ അലിഗേഷൻ ഡെഫിനിറ്റ് ആയിരിക്കണം, ആ അലിഗേഷൻ മസ്റ്റായി പ്രൂവ് ചെയ്യണം. പിന്നെ ആ അലിഗേഷനിലേക്ക് പ്രതിയെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഓരോ സാഹചര്യങ്ങളും ആ അലിഗേഷനിൽ എത്തിച്ചേരണം. അതാണ് ഈ സാഹചര്യ തെളിവുകളിലൂടെ പോകുന്ന കേസുകളുടെ ഒരു പ്രത്യേകത. അപ്പോൾ സാർ, ഈ ജനങ്ങൾ ആദ്യം പ്രതി എന്ന് പറയുന്ന നമ്മൾ ഒരാളെ കാണിക്കുകയാണ്, ഏത് കേസിലായാലും തുടക്കത്തിൽ പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തിയെ പിന്നീട് നിരപരാധിയാകുമ്പോൾ അത് പുറം ലോകം അറിയുന്നില്ല. ആ ഒരു സാഹചര്യത്തെ സാർ എങ്ങനെ നോക്കി കാണുന്നു? അത് നമ്മുടെ അത് പലപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മളെപ്പോഴും ചൂടിൻ്റെ പുറകെയാണ്. ഇപ്പം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണം ഇരിക്കുമ്പോൾ അത് ചിലപ്പോൾ രാവിലത്തെ അപ്പം കഴിക്കാതെ മറിച്ച് ചൂടുള്ള ചോറ് കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കും. നമ്മുടെ ജനങ്ങളും അങ്ങനെ തന്നെയാണ്. ജനങ്ങളും മീഡിയയും നമ്മുടെ പൊതുസമൂഹം മുഴുവനായും നമ്മളെപ്പോഴും അത് ഹോട്ട് ടോപ്പിക്സ് ആണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഈ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് പ്രതിയാക്കി ഇത്രയും എന്താ പറയുക നികഴ്ത്തപ്പെട്ട ഒരാൾ
വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം വെറുതെ വിടപ്പെടുമ്പോൾ അത് പൊതുജനം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. പലപ്പോഴും മീഡിയയിൽ ഇത് വരാറില്ല. കാരണം മീഡിയ അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവരാണ് പ്രതി എന്നുള്ളത്. അങ്ങനെ പിന്നീട് ജനങ്ങൾക്ക് അത് അംഗീകരിക്കാനും ഒരു ബുദ്ധിമുട്ടായിരിക്കും. ചില കേസുകളിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം അത്തരത്തിൽ മീഡിയയുടെ സ്വാധീനം ജനങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പം അത് കാരണം നശിക്കപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങൾ തന്നെയുണ്ട്. എനിക്ക് ഞാൻ വളരെ കുറച്ച് കാലമായിട്ട് എൻ്റെ ഈ പ്രത്യേകിച്ച് അടുത്ത കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പോക്സോ കേസുകളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയതാണ് പലപ്പോഴും പലരും ട്രാപ്പിലാക്കപ്പെടുകയാണ്. ഞാൻ പഠിച്ചൊരു പാഠം അതാണ്. അപ്പോൾ അവരൊക്കെ പിന്നെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറുന്ന ചില പ്രതികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സാർ, ഈ ഒരു കേസിന്റെ മറ്റൊരു ചോദ്യം, 2 പ്രോസിക്യൂട്ടേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസ് കൂടിയല്ലേ ഇത്? അതെ. ഈ കേസ് ആദ്യം പ്രോസിക്യൂഷൻ നടത്തിയത് അന്നത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സലാവുദ്ദീൻ സാറായിരുന്നു. പിന്നെ അദ്ദേഹം വിചാരണ വേളയിൽ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം മാറി. പിന്നെ പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നു, അഡ്വക്കേറ്റ് AR ഷാജി സാർ. ഇവർ രണ്ടുപേരും 2 പ്രോസിക്യൂട്ടേഴ്സും ഈ കേസിൽ ഇൻവോൾവ് ആണ്. 2 പ്രോസിക്യൂട്ടേഴ്സ് പഠിച്ച് നടത്തപ്പെട്ട ഒരു കേസ് കൂടിയാണിത്. ഓക്കെ. അപ്പം പ്രത്യേകം എല്ലാ കേസുകളിലും അങ്ങനെ ഇല്ല, ചില പ്രത്യേക കേസുകളിൽ മാത്രമല്ലേ അത് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? കേസിന്റെ സാഹചര്യമാകാൻ സാധ്യതയില്ല. ഇത് സാധാരണ സ്ഥാനം അല്ലെങ്കിൽ സ്ഥാനമാറ്റത്തിൻ്റെതായിരിക്കാം. പക്ഷേ ഇതിലൊരു ബെനിഫിറ്റ് പ്രോസിക്യൂഷനിൽ കിട്ടുക എന്നുള്ളത്, ഒരു പ്രോസിക്യൂട്ടർ വർഷങ്ങളായി പഠിച്ച് തറവായ കേസ് മറ്റൊരു പ്രോസിക്യൂട്ടർ വന്ന് നടത്തുമ്പോൾ ആദ്യത്തെ പ്രോസിക്യൂട്ടർ പഠിച്ച വിശദ വിവരങ്ങൾ രണ്ടാമത്തെ പ്രോസിക്യൂട്ടേഴ്സിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ വരുമ്പോൾ അതിനകത്ത് 2 മൈൻഡ് ആപ്ലിക്കേഷൻ ഉണ്ടാവും, അല്ലേ? ഡ്യുവൽ മൈൻഡ്. അപ്പോൾ 2 ഇൻ്റലക്ച്വൽ അവിടെ പ്രവർത്തിക്കും. അപ്പോൾ തീർച്ചയായും അതിനനുസരിച്ച് ആ കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആവും, പ്രോസിക്യൂഷൻ സൈഡ് സ്ട്രോങ് ആവും. കാരണം 2 വ്യക്തികൾ 2 പ്രോസിക്യൂട്ടേഴ്സ് തല ഉപയോഗിച്ച് വെരിഫൈ ചെയ്ത് സ്ട്രക്ചർ ചെയ്യപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ അതെപ്പോഴും പ്രോസിക്യൂഷൻ അവിടെ വെയിറ്റേജ് കൂടുതലായിരിക്കും. അപ്പം ഇതുപോലുള്ള കേസുകൾ ഇനിയും 2 പ്രോസിക്യൂട്ടേഴ്സൊക്കെ മാറിയുള്ള വരവ് ഇനിയുള്ള കേസുകളിലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും അത് സാഹചര്യത്തിനനുസരിച്ച് പലപ്പോഴും പ്രോസിക്യൂട്ടേഴ്സ്, പക്ഷേ സാധാരണ വിരളമായിട്ടാണ് സംഭവിക്കാറ്. കാരണം വിചാരണ ഒരു ചെറിയ സ്പാനിൽ അങ്ങ് തീരുകയാണല്ലോ. ഈ ഒരു കേസ് ഇപ്പോൾ ഇത് 2017 സെഷൻസ് കേസ് ആണെങ്കിൽ കൂടി ഈ കേസിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് വിചാരണയാണല്ലോ. അതുവരെ വേറെ ഒന്നുമില്ല, വെറും ഡോക്യുമെൻറ്റേഷൻ കൊടുക്കുക, പേപ്പർ കിട്ടിയോ കൊടുത്തോ ചോദിക്കുക, പ്രതികൾ ബെയിലിലാണോ എന്നുള്ളത് കൺഫേം ചെയ്യുക, പ്രതികൾ കുറ്റം ചെയ്തോ എന്ന് ചോദിക്കുക, പ്രതികൾ കുറ്റം ചെയ്തോ എന്ന് ചോദിക്കുക മുതലാണല്ലോ വിചാരണ തുടങ്ങുന്നത്. അത് വളരെ ഒരു ഷോർട്ട് സ്പാൻ ആയിരിക്കും, ഒരു 3 months 4 months 5 months. ആ സമയത്ത് വിചാരണയ്ക്കിടയിൽ പ്രോസിക്യൂട്ടേഴ്സ് ചേഞ്ച് ആവല് സാധാരണ നടക്കാറില്ല. ഇത് കാരണം നമുക്ക് കിട്ടേണ്ട 164 സ്റ്റേറ്റ്മെന്റ് 161 സ്റ്റേറ്റ്മെന്റ് ഒന്നും തന്നെ നമുക്ക് കിട്ടിയില്ല. കോടതിയിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഡോക്യുമെന്റ്സേ ഇല്ല എന്നുള്ളൊരു വിവരം പ്രോസിക്യൂട്ടർ മെമ്മോ ഫയൽ ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പം പ്രതിക്ക് കിട്ടേണ്ട ഡോക്യുമെന്റ്സ് നമുക്ക് സമയത്തിന് കിട്ടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ടും പ്രതിഭാഗത്തിന് ലഭിച്ചില്ല എങ്കിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് അവതരിപ്പിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട സെഷൻസ് ജഡ്ജ് കേസിന്റെ വിചാരണ തന്നെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോഴാണ് ഈ പ്രോസിക്യൂട്ടറിന് അവരുടെ തെറ്റ് മനസ്സിലായത്, ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ടില്ല. അപ്പോൾ അത്രയും ഈസിയായി ഒരു പ്രോസിക്യൂഷൻ പോയി എന്നുള്ളതും, ഇത്രയും സാക്ഷികൾ ഉണ്ടായിട്ടും ഒരു യഥാർത്ഥ പ്രതി എവിടെയെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു വീക്ക്നെസ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു കൊലക്കേസുകൾ നമ്മൾ വിധിയൊക്കെ വരാൻ എത്ര വർഷം കാത്തിരിക്കേണ്ടി വരും? കൃത്യമായിട്ട് അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 10 years ആയിട്ടുണ്ട്. 10 years സാധാരണഗതിയിൽ ഒരു 6 to 7 years ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വളരെ സീരിയസ് ആണ്. പിന്നെ സെഷൻ ജഡ്ജസ് വളരെ ട്രെയിൻഡ് ജഡ്ജസാണ് ഇപ്പോൾ 302 ട്രയലൊക്കെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരണകൾ ഇപ്പോൾ നിലവിലെ കേസുകളിൽ കുറച്ച് വളരെ ഫാസ്റ്റായിട്ടൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കേസും ഞാൻ പറഞ്ഞില്ലേ, മൺഡേ ജഡ്ജ്മെൻറ്റ് വരുന്ന കേസും അതും 2014 കേസാണ്. ഇത് 15 അത് 14 കേസാണ്. പിന്നെ നമുക്ക് തുടർന്ന് വീണ്ടും ഒക്ടോബറിൽ ഒരു ട്രയൽ തുടങ്ങുന്നുണ്ട്. അത് നമുക്കറിയായിരിക്കും, കോവളം ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ്റെ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് കൊന്നു എന്നുള്ളൊരു മീഡിയയായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ് പ്രതി. അതും ഉടനെ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ട്രയൽ ഒക്ടോബറിലാണ്. അപ്പോൾ അതും 2015 ഓഗസ്റ്റ് 15 കേസാണ്.
അതെന്താ 9 വർഷം ആവണം. അപ്പോൾ ചുരുക്കത്തിൽ ഇൻ ഷോർട്ട് പഴയ കേസുകളൊക്കെ 8-9 വർഷം ആകണമുണ്ട്. ഓക്കെ. പുതിയ കേസുകൾ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് അപ്പോൾ കോടതി ഈ ഒരു വർഷം ഇങ്ങനെ മാറുമ്പോൾ നമ്മുടെ കയ്യിലുള്ള തെളിവുകളൊക്കെ നശിപ്പിക്കാനും സ്വാധീനം ഉപയോഗിച്ച് ഒക്കെ മാറ്റാനുമുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നില്ലേ? അത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യം തീർച്ചയായും ഉണ്ട്. കാരണം അത് എന്ത് സംഭവമായാലും നമുക്ക് സെക്യൂർഡായിട്ടൊരു സാധനം എത്ര കാലം സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു വിഷയമുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വീക്ക്നെസ് ആയിട്ട് ഞാൻ പരാമർശിക്കുന്നത്. പക്ഷേ അതിന് ഇത്രയും ഹീനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഒഫൻസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഇതിന് അധികകാലം കൊടുക്കാൻ പാടില്ല. കാരണം തെളിവുകൾ സ്ട്രോങ് ആക്കുക, അവരെ ടോട്ടൽ പോലീസിൻ്റെ അല്ലെങ്കിൽ കോടതികളുടെ സർവൈലൻസിൽ വെക്കുക, എന്നിട്ട് അന്വേഷണം പെട്ടെന്ന് ദ്രുതഗതിയിൽ നടത്തുക. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾക്ക് നീതി ലഭിക്കാത്ത നീതിന്യായ വ്യവസ്ഥയോട് എല്ലാവർക്കും പുച്ഛമായി തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ നീതി ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ഒഫൻസുകൾ, ഇപ്പം നാർക്കോട്ടിക്സ് ആയാലും ഇത്തരത്തിലുള്ള മർഡർ അല്ലെങ്കിൽ റേപ്പ്, പോക്സോ അങ്ങനത്തെ മാറ്റേഴ്സൊക്കെ വരുമ്പോൾ കഴിയണതും കസ്റ്റഡിയിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടാത്ത രീതിയിൽ ദ്രുതഗതിയിലുള്ള ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഇപ്പോൾ ഒരുപാടുണ്ട്. അതുപോലെ ദ്രുതഗതിയിൽ ട്രയൽ നടത്തുക. ഇപ്പോൾ ഒരുപാട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഫാസ്റ്റാണ്. പോക്സോ കോടതികളൊക്കെ എനിക്ക് തോന്നുന്നു 3 വർഷത്തിനുള്ളിൽ ജഡ്ജ്മെൻറ്റ് പറയുന്ന കേസുണ്ട്, 2-3 വർഷത്തിനുള്ളിൽ. അത്തരത്തിൽ കുറച്ചുകൂടെ സ്പീഡി റെമഡീസ് ഉണ്ടെങ്കിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതെ നമുക്ക് സംസ്ഥാനത്തെ സൂക്ഷിച്ചു നിർത്താൻ പറ്റും. ഇപ്പോൾ തന്നെ പണ്ടത്തെക്കാളും നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഈ ഒരു സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കുമോ അങ്ങനെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയതും? അവിടെ ഒരു വിശ്വാസം, അത് ഈ കുറ്റങ്ങളും മറ്റു കൃത്യങ്ങളും കൂടുന്നത് കൊണ്ടാണോ? ഇവിടെ എല്ലാം ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് ട്രാൻസ്പെറൻസി ഇല്ലായ്മയാണ്. കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് അല്ല. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം എന്തെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആരെയും ഒരു അതോറിറ്റിയും ഭീതിയില്ലാതെ ചെന്ന് കാണുവാനോ കാര്യങ്ങൾ പറയാനോ ഉള്ള ഒരു സാഹചര്യം കേരളത്തിലില്ല. കേരളത്തിൻ്റെ അവസ്ഥ ഒരു അല്പസ്വല്പം ഭീതിജനകമാണ്. ഇന്ന് നമ്മുടെ അവസ്ഥ അറിയില്ല. ജനങ്ങൾക്ക് ഇന്ന് വില്ലേജ് ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ താലൂക്ക് ഓഫീസിലോ കളക്ടറേറ്റിലോ RDOയുടെ മുമ്പേ നേരിട്ട് ചെല്ലാൻ പോലും ഭയമാണ്. അവർക്കൊരു രാഷ്ട്രീയക്കാരൻ്റെ സഹായം വേണം, അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലത്തെ ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയുടെ അത്തരത്തിലൊരു വ്യവസ്ഥ, അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദ പീപ്പിൾ. സൊസൈറ്റിക്ക് നല്ലതല്ല. ഇന്ന് പോലീസ് സ്റ്റേഷനിനുള്ളിൽ ആര് വരുന്നു ആര് പോകുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പല കേസുകളും ഗതി മാറുന്നതിൻ്റെ റിസോഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല കേസുകളിലും പലപ്പോഴും യഥാർത്ഥ പ്രതികൾ പുറത്തു പോകപ്പെടുന്നു, പ്രതികളല്ലാത്തവർ കുറ്റം ചാർത്തപ്പെടുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വില്ലേജ് ഓഫീസുകളിലൊക്കെ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ സിസ്റ്റത്തിനെ തന്നെ പുച്ഛിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വെറും ഒരു കരമടയ്ക്കാൻ പോയാൽ പോലും ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന വളരെ നിരാശാജനകമാണ്. അവിടെയും ഒരു സ്വാധീനം എല്ലായിടത്തും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇതൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ദീപു മർഡർ കേസ്, ഇപ്പം തമിഴ്നാട് 3 പേര് കൂടെ, അതിലെ 3-ാം പ്രതിക്ക് വേണ്ടി ഞാൻ വക്കീൽ, 2-ാം പ്രതിക്ക് വേണ്ടി ചെന്നൈ കൂട്ടുന്നൊരു ലോയറാണ്, 1-ാം പ്രതിക്ക് ഇതുവരെ വക്കീലായിട്ടില്ല. അപ്പോൾ ആ കേസുമായിട്ട് അതിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ വാദം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തമിഴ്നാട് കോടതികളിൽ പോകാറുണ്ട്. ഈ അടുത്ത കാലത്ത് നാഗർകോവിലും പിന്നെ കളിക്കാവിളയൊക്കെ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു സത്യം, അവിടുത്തെ അവസ്ഥ ഇതിനേക്കാളും നിരാശാജനകമാണ്. അവിടുത്തെ സിസ്റ്റം ഇതിനേക്കാളും ട്രാൻസ്പെറൻ്റ് അല്ല എന്നുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ദാൻ സംതിങ് എന്നുള്ളൊരു അവസ്ഥയുണ്ട്. പക്ഷെ ഇങ്ങനെ ആയാൽ പോരല്ല. നമ്മള് വിദ്യാസമ്പന്നരുടെ നാടല്ലേ. കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി ഉണ്ടാവണം സിസ്റ്റം വൈസ്. ജനങ്ങളിൽ കൂടുതലും സുരക്ഷിതരാക്കുക, അവരുടെ ഒരു വിശ്വാസം കൂടുതലും വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നീതിന്യായ വ്യവസ്ഥയിലും തന്നെ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളത് നമുക്ക് ജീവിത സാഹചര്യം തന്നെ ഇല്ലാതാകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും നമുക്ക് കടന്നു പോകാൻ പറ്റും. കാരണം സുരക്ഷിതരാണ് എന്ന് തോന്നുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ ആ സുരക്ഷിതത്വം നൽകുന്ന രാജ്യത്തെ സ്നേഹിക്കാൻ സാധിക്കൂ. എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അപ്പൻ ഉള്ളത് കൊണ്ട് നമ്മൾ സേഫാണ് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ കുട്ടികൾ നന്നായി പഠിക്കും. ആ കുട്ടികൾ എന്തിനും അപ്പനോടൊപ്പം നിൽക്കും. എൻ്റെ കുട്ടികൾ കരുതുകയാണ് ഈ അപ്പൻ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല, കള്ളുകൂടിയനാണ്, അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിൽ വരാറില്ല,
അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൊഴിലില്ല, അതില്ല, ഇതില്ല, ഇയാൾ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും എന്ന് തോന്നുന്ന കുട്ടികൾ ഒരിക്കലും ആ അപ്പനെ സ്നേഹിക്കാനോ ആ വീടിനെ വളർത്താനോ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മാറും. അത് തന്നെയാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. ജനങ്ങൾ സന്തുഷ്ടരാണെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഭരണാധികാരി. സാർ, ഒരു കാര്യം ചോദിക്കാനുള്ളത്, പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറ്റകൃത്യങ്ങൾ ഒരുപാട് കൂടി വരുന്നൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അത് ഈ ഒരു നിയമവ്യവസ്ഥ കൃത്യമായിട്ടും ഇടപെടാത്തത് കൊണ്ടാണോ, അതോ നമ്മുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു വീഴ്ച കൊണ്ടാണോ ഇത്തരത്തിലൊരു സാഹചര്യം കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നത്? ഇപ്പോൾ ഈ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ കുറ്റവാളികളും കൂടി വരുന്നൊരു സാഹചര്യം വരുന്നുണ്ട്. അതെ, ഇവിടെ കുറ്റവാളികൾ, കുറ്റവാസന ജന്മന ഉണ്ടാകുന്നൊരു വാസനയല്ല സാധാരണഗതിയിൽ. പക്ഷെ ജന്മന കുറ്റവാസന, ജനറ്റിക്കലി കുറ്റവാസന ഉണ്ടാകുന്ന ചില കുട്ടികൾ ഉണ്ട്. മറ്റു പലതും സാഹചര്യങ്ങൾ കൊണ്ട് കുറ്റവാളി ആക്കപ്പെടുന്നവരാണ്. നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം നോക്കിയാൽ ഇന്ന് നിലവിൽ മേജറായിട്ടുള്ള വലിയ കുറ്റവാളികളായിട്ടുള്ള പലരും തന്നെ ചിലപ്പോൾ കുറ്റവാളി ആയത് ചെറുപ്പത്തിൽ അകാരണമായ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടത് കൊണ്ടായിരിക്കാം. അങ്ങനെ അവർക്ക് കിട്ടിയ മനോവേദന, അതിൽ നിന്നും കുറ്റവാളികളായ പല വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. പിന്നെ കുറ്റവാളികൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള ചില ഫാക്ടേഴ്സ്, അത് കുറ്റകൃത്യത്തിനോടുള്ള അവരുടെ വാസന കൂട്ടുകയുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് കേരളത്തിലെ കോടതികളിലെല്ലാം, സെഷൻസ് ട്രയൽ നടക്കുന്ന ജില്ലാ കോടതികളിലെല്ലാം പ്രോസിക്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഒരു എക്സാമിനേഷൻ എഴുതി, ഒരു UPSC, IAS, IPS അല്ലെങ്കിൽ മറ്റ് കോഡർഷിപ്പ് പോലെ ഒരു എക്സാമിനേഷൻ എഴുതി വരുന്ന പ്രോസിക്യൂട്ടേഴ്സ് അല്ല. ഇത് മിക്കവാറും എന്നല്ല, എല്ലാ ജില്ലകളിലും പ്രോസിക്യൂട്ടേഴ്സിനെ കളക്ടർ താല്പര്യപ്രകാരം അപ്പോയിന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെയും മറ്റൊരു അതോറിറ്റിയുടെയും താല്പര്യപ്രകാരം കുറച്ച് പേരെ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കമ്പറ്റീറ്റീവ്നെസ് എന്താണെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. സപ്പോസ് ഇങ്ങനെ ആക്കപ്പെടുന്ന എല്ലാ പ്രോസിക്യൂട്ടേഴ്സിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഇവരെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരാണ്, അല്ലേ? രാഷ്ട്രീയ പ്രവർത്തകരാണ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആകുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു സിസ്റ്റമാണ്. അത് മാറിയിട്ടില്ല. അത് കേരളത്തിൽ വളരെ സ്ട്രോങ് ആണ്. മാത്രമല്ലേ അവർ മുന്നോട്ട് പോവുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു അതല്ലേ സംഭവിക്കുള്ളൂ. അതേ സംഭവിക്കുള്ളൂ. ഈ അടുത്ത കാലത്ത് നമ്മുടെ ലുലു മോളില് ഒരു 5 കുട്ടികൾ മോഷണം, മൊബൈൽ മോഷ്ടിച്ചു എന്ന് കരുതിയിട്ടൊരു കേസ്. ഞാനായിരുന്നു അവരുടെ വക്കീൽ. അപ്പോൾ അന്ന് രാത്രി ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തപ്പോൾ കോടതി പറഞ്ഞു, ഇത്രയും വലിയൊരു ഒഫൻസാണ്, ഇതെനിക്ക് പ്രോസിക്യൂട്ടർ കേൾക്കാതെ പറ്റില്ല. ബിക്കോസ് മോഷണമല്ല, ഇത് മാസ്റ്ററിൻ്റെ പ്രോപ്പർട്ടി സെർവൻറ്റ് മോഷ്ടിച്ചതാണ്. അപ്പോൾ അത് ഗ്രേവ് ഒഫൻസാണ്. മോഷണത്തിന് 3 വരെ പോകും, ഇത് 7 വരെ പോകും ശിക്ഷ. അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ പ്രതികളുടെ വീട്ടുകാരും പ്രതികളും എല്ലാം ഇവിടെ ഇരിക്കവേ, ഞാൻ ഇവിടെ ഇരിക്കവേ, അതിലൊരാളുടെ ഫോണിലേക്കൊരു കോൾ വരുന്നു. അതൊരു പ്രോസിക്യൂട്ടറിൻ്റെ കോളാണ്. അവർ പറയണത്, കീഴ്ക്കോടതിയിലിരിക്കുന്നത് നമ്മുടെയൊക്കെ ജൂനിയറാണ്, നിങ്ങൾ എന്തിനാ വെറുതെ മറ്റു വക്കീലന്മാരുടെ അടുത്ത് പോകുന്നത്? ഞാൻ പറഞ്ഞ അവർ ജാമ്യം അനുവദിക്കും. എത്രമാത്രം ധൈര്യം, കോൺഫിഡൻസ് അവർക്ക് എങ്ങനെ കിട്ടി? ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിലൂടെ വന്നൊരു പ്രോസിക്യൂട്ടർ ആണെങ്കിൽ ആ ഒരു ധൈര്യം ഉണ്ടാവില്ല. കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പെൻഷൻ ഉണ്ടാവില്ല, സർവീസിൽ നിന്ന് ഔട്ടാവും, പിന്നെ എല്ലാം പോയി. പക്ഷേ ഇത് അത്തരത്തിലുള്ളൊരു പ്രോസിക്യൂട്ടർ അല്ല. 5 വർഷത്തേക്ക് മാത്രം സർക്കാർ അപ്പോയിൻമെന്റ് കൊടുക്കുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ പ്രവർത്തകൻ ആണ്. അപ്പോൾ അവർക്കൊരു ധൈര്യമാണ്, ഒന്നും സംഭവിക്കില്ല. അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുപോയത്. പിന്നെ ഒരേ പാർട്ടിയിലെ ഒരു എക്സാമ്പിളൂടെ ഞാൻ പറയാം. ഒരേ രാഷ്ട്രീയ പ്രവർത്തനം, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കേരള കോൺഗ്രസ് ആവട്ടെ, നമ്മൾ രണ്ടുപേരും ഒരേ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വരുന്നവരാണ്. സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ മുതൽ ഒരുമിച്ച് പ്രവർത്തിച്ചു വരുന്നവർ. ഞാനൊരു അഭിഭാഷകനായി, അല്ലെങ്കിൽ താങ്കളൊരു അഭിഭാഷകയാണ്, ഞാനൊരു പാർട്ടി ലീഡറും കൂടിയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഒരുമിച്ചാണ്. നമ്മൾ അതിൽ പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാകും. നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടിയോ പാർട്ടിക്ക് അതീതമായോ ഞാൻ ചെയ്യുന്ന ഒരു പ്രധാന കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഓഫൻസ്, അത് വിചാരണ നടക്കപ്പെടുന്നത് മിക്കവാറും 5 വർഷം കഴിഞ്ഞ് നമ്മൾ ഭരണപക്ഷത്തേക്ക് വരുമ്പോഴായിരിക്കും. അന്ന് ഞാൻ പ്രതിയായി ആ കേസ് വരുന്ന കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കാം താങ്കൾ. കാരണം താങ്കൾ പാർട്ടി വഴി വന്നൊരു അഭിഭാഷകനാണ്. അപ്പോൾ അന്ന് താങ്കൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കുമ്പോൾ കൂട്ടിൽ നിൽക്കുന്ന പ്രതി ഞാനാണ്. എന്നെ തുറുങ്കിലടയ്ക്കേണ്ടത് അല്ലെങ്കിൽ എനിക്ക് ജീവപര്യന്തം മേടിച്ചു തരേണ്ട
അല്ലെങ്കിൽ ആ ധാർമ്മിക ഉത്തരവാദിത്വമുള്ള പ്രോസിക്യൂട്ടറായ താങ്കൾ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ സഹയാത്രികനും സുഹൃത്തും, അതിനേക്കാൾ ഉപരി സ്വന്തം പാർട്ടിയിലെ ഏറ്റവും അടുത്ത ഉറ്റ ചങ്ങാതിയുമാണ്. അപ്പോൾ താങ്കളുടെ ആത്മാർത്ഥത എന്നെ രക്ഷിക്കുകയായിരിക്കുമോ അതോ കോടതിയോടൊപ്പം ചേർന്ന് കുറ്റം ചെയ്ത് എന്നെ ശിക്ഷിക്കുകയായിരിക്കുമോ? അവിടെ നമുക്ക് ബന്ധങ്ങൾ സ്വാധീനവും വെച്ചായിരിക്കും അവിടെ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും കോടതി അവിടെ അതാണ് ഇതിന്റെ താക്കോൽ. എന്തുകൊണ്ട് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ ഒരൊറ്റ സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള ഒരു സാഹചര്യവും മാറേണ്ടതുണ്ടല്ലേ? മാറിയില്ലെങ്കിൽ വീണ്ടും നമ്മുടെ കുറ്റകൃത്യത്തിന്റെ അളവ് കൂടുക തന്നെ ചെയ്യും. അതെ, നമ്മുടെ CRPC 24 സെക്ഷൻ 24 അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പുതിയത് സെക്ഷൻ 18(3) വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്റ്റേറ്റിനും ഒരു പ്രോസിക്യൂട്ടിംഗ് കേഡേഴ്സ് ഉണ്ടായിരിക്കണം. കാരണം ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കോടതിയിലെ 3 പില്ലേഴ്സ് ജഡ്ജും പ്രോസിക്യൂഷനും ഡിഫൻസും ആണെങ്കിൽ അതിലൊരു പില്ലറാണ് പ്രോസിക്യൂട്ടർ. രാജ്യത്തിൻ്റെ 3 പില്ലറിൽ എക്സിക്യൂട്ടീവും പൊളിറ്റിക്സും ജുഡീഷ്യറിയും വരുമ്പോലെയാണ് ഒരു കോടതിയുടെ 3 പില്ലർ എന്ന് പറയുന്നത് ജഡ്ജും പ്രോസിക്യൂഷനും ഡിഫൻസും. അതിൽ ഒരു പില്ലറാണ് പ്രോസിക്യൂട്ടർ. ആ പ്രോസിക്യൂട്ടർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് BNSS സെക്ഷൻ 18 പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്റ്റേറ്റിലും ഒരു പ്രോസിക്യൂട്ടിംഗ് കേഡർ ഉണ്ടായിരിക്കണം. ലൈക്ക് UPS എക്സാം നടത്തും പോലെ, ജുഡീഷ്യൽ എക്സാംസ് നടത്തും പോലെ. എന്നിട്ട് അതിൽ നിന്ന് വേണം പ്രോസിക്യൂട്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ ഓരോ കുടതികളിലും. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ട്രാൻസ്പെറൻസി ഉണ്ടാവും, അവരുടെ കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാവും. കഴിവുള്ളവർക്കല്ലേ വരാൻ പറ്റുള്ളൂ എക്സാം എഴുതി. അത്തരത്തിലൊരു വ്യവസ്ഥിതി വരാതെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കേരളത്തിൽ കുറയില്ല. എക്സാമ്പിൾ പറയാം, നാളെ മുതൽ ജഡ്ജിമാരെയും 5 വർഷത്തേക്ക് അതായത് പാർട്ടികൾ ഭരണത്തിൽ വരുമ്പോൾ അപ്പോയിന്റ് ചെയ്യണം നോക്കട്ടെ. എക്സാം ഒന്നും നടത്തുന്നില്ല. വക്കീലന്മാരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള കുറേ പേര് ജഡ്ജായിട്ട് പാർട്ടി അപ്പോയിന്റ് ചെയ്യാം. 5 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ പോലീസ് കേഡർ, IPS എന്നുള്ളൊരു സംഭവം ഇല്ല ഇന്ത്യയിൽ. കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സിൽ താല്പര്യമുള്ളവരെ, പാർട്ടി പ്രവർത്തനം നടത്തുന്ന പോലീസുകാരെ IPSകാരാക്കി മാറ്റും. അതുപോലെ കളക്ടർ എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സീനിയർ പാർട്ടി പ്രവർത്തകരായ സർക്കാർ ഉദ്യോഗസ്ഥരെ കളക്ടറാക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയാൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുക? അത് തന്നെയാണ് അതിന്റെ മിനിയേച്ചർ ഫോമാണ് രാഷ്ട്രീയ പ്രവർത്തകരായ അഭിഭാഷകരെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇന്നത്തെ സാഹചര്യം. സാഹചര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കട്ടെ, വരും കാലത്തെങ്കിലും. പ്രാർത്ഥനയ്ക്ക് മാത്രമേ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ സാധിക്കൂ. അപ്പോൾ ഇത്രയും സമയം ഓരോ നിയമസാധുതകളെ കുറിച്ചും ആ ഒരു കേസിന്റെ 2015 നടന്ന മോഹനൻ നായർ വധക്കേസിനെ പ്രതികളെന്ന് ചുമത്തപ്പെട്ട വ്യക്തികളെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം, മറ്റ് ഒരുപാട് അറിവുകളാണ് നമുക്ക് വേണ്ടി ബെയിലിൻ സാർ പകർന്നു തന്നത്. അപ്പോൾ എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള ഒരു സംഭവമായി അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ കൂടുതൽ അറിവുകൾക്കും വേണ്ടി സാറിനെ നമ്മൾ സമീപിക്കുന്നതാണ്. സാറിൻ്റെ വേണ്ടപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് സാർ. ഓക്കെ, താങ്ക് യു.